ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. മലപ്പുറം പെരിന്തൽമണ്ണയിൽ റിംഷാന എന്ന പെൺകുട്ടി ജനുവരിയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭർത്താവിന്റെ വീട്ടിലാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. പോലീസ് ആത്മഹത്യക്ക് കേസെടുക്കുകയും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് റിംഷാനയുടെ വീട്ടുകാർ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. റിംഷാനയുടെ വീട്ടുകാർ പറയുന്നത് ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണ്. റിംഷാനയുടെ ഭർത്താവ് മുസ്തഫയാണ് ഇതിന് കാരണക്കാരൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ കാരണങ്ങൾ ഇവർ ബോധിപ്പിക്കുന്നുമുണ്ട്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. 2016 റിംഷാനയും മുസ്തഫയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. എന്നാൽ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ അവർ തമ്മിൽ ചേർച്ചക്കേടും പ്രശ്നങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് മുസ്തഫ പറഞ്ഞത് തന്ന സ്ത്രീധനം പോരാ, കുറവാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിലുള്ള ഇഷ്യൂസ് അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ റിംഷാനയുടെ വീട്ടുകാർ അത് പോലീസിൽ അറിയിക്കുകയും പോലീസ് മുസ്തഫയെ വിളിച്ച് വാണിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ആ ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീടുള്ള പ്രശ്നം നടക്കുന്നത് റിംഷാനയുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം പ്രസവിച്ചത് ഒരു പെൺകുട്ടിയായിരുന്നു. അതിന്റെ പേരിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് നടന്നിട്ടുണ്ടെങ്കിലും അത് കെട്ടടങ്ങി വരുന്ന സമയത്തായിരുന്നു റിംഷാനയുടെ രണ്ടാമത്തെ പ്രസവം. അതും ഒരു പെൺകുട്ടിയായിരുന്നു. അത് അറിഞ്ഞ ഉടനെ തന്നെ ഭർത്താവിന്റെ വീട്ടുകാരും ഇവരെ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം റിൻഷാനയും മക്കളും സ്വന്തം വീട്ടിലേക്ക് മാറുകയും എന്നാൽ കോംപ്രമൈസ് ടോക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം റിൻഷാനയും മക്കളും ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ക്രൂരമായ പീഡനങ്ങൾ മകൾ സഹിച്ചിട്ടുണ്ടെന്നാണ് റിൻഷാനയുടെ മാതാവ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല റിൻഷാനയെയോ മക്കളെക്കോ ചെലവിന് കൊടുക്കാനോ അല്ലെങ്കിൽ നോക്കാനോ ഭർത്താവ് ആയിട്ടുള്ള മുസ്തഫ തയ്യാറായിട്ടില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവ്. അതുകൊണ്ടാണ് റിൻഷാന ജോലിക്ക് പോവുകയും മക്കളുടെ കാര്യങ്ങളൊക്കെ റിൻഷാന തന്നെയാണ് നോക്കിയിട്ടുള്ളത് എന്നാണ് റിൻഷാനയുടെ ഉമ്മ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റിൻഷാനയുടെ ഉമ്മ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത് റിൻഷാന മരണപ്പെട്ടിട്ട് ഇത്രയും ദിവസമായിട്ടും ഈ കുട്ടികളുടെ ഉപ്പ എന്ന് പറയുന്ന വ്യക്തി, അതായത് മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ കുട്ടികളെ കാണാനോ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം അന്വേഷിക്കാനോ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് കൂടുതൽ സ്ത്രീധനം വാങ്ങി വേറൊരു കല്യാണം കഴിക്കാനായിരിക്കാം എൻ്റെ മകളെ കൊന്നിട്ടുണ്ടാവുക എന്നാണ് ഈ ഉമ്മ ഇപ്പോൾ പറയുന്നത്. നമ്മൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ കുട്ടികളെ നോക്കുന്നത് ജോലി ചെയ്തിട്ട് ഈ ഒരു റിംഷാന എന്ന് പറയുന്ന മാതാവാണ് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ആ ഒരു മാതാവ് ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്കറിയാം, അവർ ആത്മഹത്യ ചെയ്താൽ, അവർ ജീവൻ ഒടുക്കി കഴിഞ്ഞാൽ ഈ കുട്ടികൾ അനാഥമാകും എന്നുള്ള ഒരു കാര്യം. കാരണം പിതാവ് ഈ കുട്ടികളെ നോക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം ആ ഒരു സ്ത്രീക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഉമ്മ പറഞ്ഞതിൽ സത്യമുണ്ടെങ്കിൽ ആ മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി ശിക്ഷിക്കപ്പെട തന്നെ ചെയ്യണം. പോലീസ് ഇതിന് കാര്യമായിട്ട് തന്നെ അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യണം ഇതിന്റെ സത്യാവസ്ഥ. നമുക്കറിയാം, പണ്ട് മുതലേ ഉള്ളതാണ് ഈ പെൺകുട്ടികളെ വേറെ കാണുന്ന ഒരു കാര്യം. പണ്ടത്തെ സമൂഹത്തിലും അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ്, നമ്മളുടെ ഇപ്പോഴത്തെ സമൂഹത്തിലും അത് നിലനിൽക്കുന്നുണ്ട് എന്നാണ് റിംഷയുടെ ആത്മഹത്യ അല്ലെങ്കിൽ അത് കൊലപാതകമാണെങ്കിൽ അത് അങ്ങനെ ഇത് വ്യക്തമാക്കുന്നത്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. പക്ഷേ ഒരുപാട് പേര് പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഒന്നെങ്കിൽ ഭയന്നിട്ടാവാം, അല്ലെങ്കിൽ നാണക്കേട് വിചാരിച്ചിട്ടാവാം. എന്ത് കാര്യമായിരുന്നാലും ശരി അത് പുറത്തേക്ക് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഒരുപാട് ഇതേപോലത്തെ ഇൻസിഡൻസ് ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നുണ്ടാവും. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഒട്ടും മിക്ക സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. ഈ പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ കുറിച്ചിട്ടുള്ളത്. ഈ പെണ്ണായാലും ആണായാലും തുല്യമായി കാണാൻ ആദ്യം മനസ്സ് വെക്കുക. ഈ മുസ്തഫ എന്ന വ്യക്തി അല്ലെങ്കിൽ അതുപോലത്തെ ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും. അവർക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ വേണം. പിന്നെ എന്താണ് പ്രശ്നം? പെൺകുട്ടികളെ വേണ്ടാന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവനൊക്കെ കല്യാണം കഴിക്കുന്നത്? എന്തിനാണ് കുട്ടികൾക്ക് ജന്മം നൽകുന്നത്? അതൊന്നും വേണ്ടാന്ന് വെക്കുക. നമ്മൾ ഒരുപാട് ഇൻസിഡൻസ് കണ്ടാണ്. അതായത് പെൺകുട്ടികൾ ജനിച്ചത് കൊണ്ട് തന്നെ പെൺകുട്ടികളെ ഉപേക്ഷിച്ചു പോകുന്നത്, തെരുവിലൊക്കെ ഉപേക്ഷിച്ചു പോകുന്ന കേസസ് നമ്മൾ കണ്ടാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും മാർഗത്തിൽ ആ കുട്ടിയെ കൊല്ലുന്ന കേസസും നമ്മൾ കണ്ടാണ്. എന്തിനാണ് ഇതേപോലെ കൊല്ലാനൊക്കെ കാരണമുണ്ടാക്കുന്നത്? അവരൊക്കെ കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഭർത്താവിന്റെ വീട്ടുകാരുടെ ക്രൂരത കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് ഭാര്യമാരുടെ ന്യൂസസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അധികരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ്? അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ നീതി ന്യായ വ്യവസ്ഥ തന്നെയാണ്. കാരണം ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ശിക്ഷ കിട്ടാൻ 10ഉം 20ഉം വർഷം കഴിയും. അതുവരെ ആ വ്യക്തി ജാമ്യത്തിൽ കറങ്ങി വിലസി നടക്കും. അപ്പോൾ പിന്നെ കുറ്റം ചെയ്യാനുള്ള പ്രചോദനമല്ല എല്ലാവർക്കും നൽകുന്നത്. കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾ കഴിയണം, കേസ് കഴിയണം എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് ക്രൈംസ് ഇപ്പോഴും, ഈ ക്രൈം അല്ല എല്ലാ തരത്തിലുള്ള ക്രൈംസും അധികരിച്ചു വരുന്നത്. ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് കൊല്ലുന്ന വ്യക്തികൾ വരെയുള്ള നാടാണ് ഇപ്പോൾ കേരളം ആയി മാറിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.